സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹാസംഗമം സംഘടിപ്പിച്ച് സർക്കാരിനെതിരെയുള്ള സമരം ശക്തമാക്കി ആശാ വർക്കേഴ്സ്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആശാ വർക്കേഴ്സ് വ്യക്തമാക്കി. ആശാ വർക്കേഴ്സിനൊപ്പം ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ തയ്യാറാണ് എന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. ഓണറേറിയം മാനദണ്ഡങ്ങൾ പിൻവലിച്ച സർക്കാർ തീരുമാനം തള്ളിയാണ് ആശാ വർക്കേഴ്സ് അനിശ്ചിതകാല സമരം തുടരുന്നത്. പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കേഴ്സിന്റെ മഹാസംഗമം നടന്നു. ഞങ്ങളുടെ വേദനകൾ ഇവർ കാണുന്നില്ലേ? സർക്കാർ ഈ 11 ദിവസം രാവും പകലും ഇവിടെ വന്നിരുന്ന് ഞങ്ങളെ ഈ തെരുവിലിറക്കിയിരിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് ഇവരുടെ മനസ്സ് കല്ലാണോ? അവർക്ക് മനസ്സെന്നുള്ളതില്ല, ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നാണ് ആശാ വർക്കേഴ്സിന്റെ നിലപാട്. PSC അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ച സർക്കാർ തങ്ങളെ പരിഹസിക്കുകയാണെന്നും ആശമാർ കുറ്റപ്പെടുത്തി. PSC മെമ്പർമാർക്ക് എത്രയാ കൂട്ടിയത്? 1000 കണക്കിനാ കൂട്ടിയത്. അപ്പൊ ഈ പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് കൂട്ടാൻ പറ്റില്ലേ? 100 രൂപ സർക്കാർ തയ്യാറല്ല. ഇതിനെ വെറുതെ ചരിത്രമാപ്പ് കൊടുക്കില്ല. തൊഴിലാളികളുടെ കാര്യം പറഞ്ഞ അധികാരത്തിലേറി തൊഴിലാളികളെ പറ്റിക്കുന്ന നയത്തിനെതിരെ മറുപടി കൊടുക്കും. അതിനിടെ ആശാ വർക്കേഴ്സിന് ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് ആരോഗ്യമന്ത്രി ആവർത്തിച്ചു. ആശമാരുടെ വേതനത്തിന് വേണ്ടിയിട്ട് നൽകേണ്ടിയിരുന്നത് 100 കോടി രൂപയാണ്. 1 രൂപ തന്നിട്ടില്ല. ആ വർഷം ആശമാരുടെ വേതനം ഉൾപ്പെടെ മുടങ്ങി പോകാതിരിക്കാൻ വേണ്ടി പണം ചെലവഴിച്ചത് സംസ്ഥാന സർക്കാരാണ്. ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കും വരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. സമരരീതി മാറ്റുന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. 24 തിരുവനന്തപുരം.